ഹലോ, ഇന്നത്തെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുകയാണെങ്കിൽ, നിങ്ങൾ ഓൺലൈനിൽ ബിസിനസ് ചെയ്യുന്നതാവട്ടെ പുറത്ത് ബിസിനസ് ചെയ്യുന്നതാവട്ടെ മുഴുവനായി കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോണ ബെനിഫിറ്റുകളെ പറ്റി തന്നെ ഞാൻ ആദ്യം പറയാം. നിങ്ങളുടെ പണവും സമയവും നിങ്ങൾക്ക് ലാഭിക്കാം, പിന്നെ എങ്ങനെ ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത്. വീഡിയോയുടെ മെയിൻ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്തുകൊണ്ട് നിങ്ങൾ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും വിൽക്കരുത്, അല്ലെങ്കിൽ ഓൺലൈൻ മറ്റ് പ്ലാറ്റ്ഫോമുകളിൽ വിൽക്കരുത് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ മെയിനായിട്ട് പറയണത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പലപ്പോഴും യൂട്യൂബിൽ കണ്ടിട്ടുണ്ടാവും, ആമസോണിൽ വിൽക്കൂ, ഫ്ലിപ്കാർട്ടിൽ വിൽക്കൂ, അവിടെ വിൽക്കൂ, ഇവിടെ വിൽക്കൂ, ഇതെല്ലാം ഞങ്ങൾ ചെയ്തു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് തന്നെ. പക്ഷേ ഇതിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരുപാട് പ്രശ്നമുണ്ട്. അതല്ല ബെസ്റ്റ് മെത്തേഡ് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും വിൽക്കലല്ല. മാത്രമല്ല, നിങ്ങളുടെ ടൈം വേസ്റ്റും പണവും നഷ്ടമാകാനുള്ള സാധ്യത കൂടുതലാണ്. എന്താണെന്ന് ഞാൻ പറയാം. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും നിങ്ങൾ വിൽക്കുമ്പോൾ അവിടെ വളരണത് നിങ്ങളല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രാൻഡല്ല, മറിച്ച് ആമസോണാണ്. എവിടെയെന്ന് ഞാൻ പറഞ്ഞുതരാം അതിൻ്റെ പ്രശ്നം. നിങ്ങൾ ആമസോണിൽ ഒരു പ്രൊഡക്റ്റ് വിൽക്കാനിടുന്നു, ഒരു കസ്റ്റമർ അത് ഓർഡർ ചെയ്തു. ആ കസ്റ്റമറുടെ മൈൻഡിലുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആമസോണിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് വാങ്ങി എന്നുള്ളതാണ് ആ കസ്റ്റമറുടെ മനസ്സിലുള്ളത്. ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് വാങ്ങി, മീഷോയിൽ നിന്നൊരു പ്രൊഡക്റ്റ് വാങ്ങി, മീഷോയുടെ പ്രൊഡക്റ്റ് ഫ്ലിപ്കാർട്ടിൻ്റെ പ്രൊഡക്റ്റ് എന്നാണ് അവർ പറയാറ്. അല്ലെങ്കിൽ അത്ര വലിയ ബിഗ് ബ്രാൻഡായിരിക്കണം. ഇപ്പോൾ സാംസങ്ങിൻ്റെ ഒരു ഫോണാണ് അവർ വാങ്ങിച്ചെങ്കിൽ സാംസങ്ങിൻ്റെ ഫോൺ എന്ന് പറയും. പക്ഷേ നിങ്ങളുടെ മസാല പൗഡറോ ചിപ്സോ ഒക്കെയാണ് അവർ വാങ്ങിക്കണമെങ്കിൽ ടേസ്റ്റി ആൻഡ് ഹാപ്പിയുടെ ചിപ്സൊന്നും അവർ പറയൂല. അവർ പറയാം ആമസോണിൻ്റെ പ്രൊഡക്റ്റ് എന്നുള്ള രീതിയിലാണ് പറയണത്. ഈ ആമസോണിലൊരു പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യുന്ന ടൈമിൽ ആമസോണിൻ്റെ കമ്മീഷൻ പോവും, അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൻ്റെ കമ്മീഷൻ പോവും. ഞാൻ ആമസോണിൻ്റെ മാത്രമല്ല, മറ്റ് പ്ലാറ്റ്ഫോമുകളെല്ലാം ജിയോ മാർട്ട്, ആജിയോ, അങ്ങനെ എന്തൊക്കെയുണ്ടോ അതെല്ലാം ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ഞാൻ ഉദാഹരണത്തിന് ഒരെണ്ണത്തിൻ്റെ പേര് പറയുന്നു എന്ന് മാത്രം. ഫ്ലിപ്കാർട്ടിൻ്റെ കമ്മീഷൻ, അവരുടെ ഫിക്സഡ് ക്ലോസിങ് ഫീസ് പോവും, അതുപോലെ തന്നെ ഷിപ്പിംഗ് ചാർജ് പോവും, GST അടയ്ക്കണം. GST ഇല്ലാണ്ട് ഇതിൽ നിങ്ങൾക്ക് ലിസ്റ്റ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് GST അടയ്ക്കേണ്ടതായിട്ട് വരും. ഈ കോസ്റ്റ് എല്ലാം കവർ ചെയ്ത് പോയതിന് ശേഷമാണ് നിങ്ങൾക്ക് ലാഭത്തിനെ പറ്റി ചിന്തിക്കാൻ തന്നെ പറ്റുള്ളൂ. പലർക്കും ആമസോണിലും ഫ്ലിപ്കാർട്ടിലും നല്ലോണം ഓർഡർ ഉണ്ട്. ചിലപ്പോൾ 20-25 ഓർഡറുകളൊക്കെ ഒരു ദിവസം വരും. പക്ഷേ കൊള്ളാവുന്ന ഒരു അക്കൗണ്ടൻ്റ് ഇരുന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ തുടങ്ങിയാണ്ടല്ലോ, ലാഭത്തിലുപരി അതിൽ നഷ്ടമാണ്. വെറുതെ ഓർഡർ കിട്ടിയാലും പ്രശ്നമില്ല, നമ്മളുടെ ബ്രാൻഡ് അവിടെ വളരുന്നുണ്ടല്ലോ എന്നുള്ള തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അതും വേണ്ട. കാരണം അവിടെ വളർന്നുകൊണ്ടിരിക്കുന്നത് ആമസോണാണ്. നിങ്ങളുടെ പ്രൊഡക്റ്റ് നിങ്ങൾ ആമസോണിൻ്റെ വെയർ ഹൗസിൽ നിന്നാണ്, ഫ്ലിപ്കാർട്ടിൻ്റെ വെയർ ഹൗസിൽ നിന്നാണ് സെൻഡ് ചെയ്യണമെങ്കിൽ അവരുടെ പാക്കേജിങ്ങിലാണ് അത് പോണത്, അവരുടെ ബ്രാൻഡ് ഐഡൻറ്റിറ്റിയിലാണ് ഈ പ്രൊഡക്റ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. ശരിയാണ്, അത് പൊട്ടിക്കുമ്പോൾ നിങ്ങളുടെ പാക്കറ്റും കാണാം, പക്ഷേ അതൊന്നും കസ്റ്റമർ ശ്രദ്ധിക്കില്ല. ഇതാണ് മെയിൻ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒരു കസ്റ്റമറെ നിങ്ങൾക്ക് കിട്ടി, നിങ്ങൾ ചിലപ്പോൾ ആമസോണിൽ പരസ്യം കൊടുത്തിട്ടുണ്ടാവും, ഫ്ലിപ്കാർട്ടിൽ പരസ്യം കൊടുത്തിട്ടായിരിക്കാം ഒരു പക്ഷേ ഈ കസ്റ്റമറെ നിങ്ങൾക്ക് കിട്ടിയത്. ഈ കസ്റ്റമറെ രണ്ടാമത് നിങ്ങൾക്ക് റീടാർഗറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. എന്താണ് അതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കസ്റ്റമറെ നിങ്ങൾ ആമസോണിനും ഫ്ലിപ്കാർട്ടിനും പരസ്യം കൊടുത്തിട്ട് അതിന് എക്സ്ട്രാ കാശാവുന്നുണ്ട്, അത് നിങ്ങളുടെ ഒരു കോസ്റ്റാണത്. നിങ്ങളൊരു കസ്റ്റമറെ കൊണ്ടുവന്നു, നിങ്ങളുടെ ലിസ്റ്റിലേക്ക് കൊണ്ടുവന്നു, അവനത് വാങ്ങിച്ചു. പിന്നീട് ഈ കസ്റ്റമറെ നിങ്ങൾ എങ്ങനെ കോണ്ടാക്ട് ചെയ്യും? ആ കസ്റ്റമറെ നിങ്ങളുടെ അല്ല, ആ കസ്റ്റമറുടെ ഏജ് എത്രയാണ്, എവിടെയാണ് വീട്, അഡ്രസ്സ് ഏതാണ്. അഡ്രസ്സ് ചിലപ്പോൾ കിട്ടിയേക്കാം, കാരണം അഡ്രസ്സ് അവർക്ക് മറച്ചു വെക്കാൻ പറ്റാത്തതുകൊണ്ട് അഡ്രസ്സ് അവർ തരും, കാരണം അത് ലേബലിൽ ഒട്ടിക്കണമല്ലോ. അഡ്രസ്സ് ചിലപ്പോൾ കിട്ടിയേക്കാം, പക്ഷേ അവരുടെ ഫോൺ നമ്പറൊന്നും നിങ്ങൾക്ക് കിട്ടില്ല. പിന്നീട് ഈ കസ്റ്റമറെ റീടാർഗറ്റ് ചെയ്യണമെങ്കിൽ വീണ്ടും പരസ്യം കൊടുക്കേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ കസ്റ്റമർക്ക് കരുണ തോന്നി നിങ്ങളുടെ പ്രൊഡക്റ്റ് രണ്ടാമത് വാങ്ങിക്കേണ്ടി വരും. അവൻ്റെ ലിസ്റ്റിലൊക്കെ കയറി വീണ്ടും പഴയത് ടേസ്റ്റിയാണ്, കൊള്ളാലോ, നല്ല ചിപ്സാണ്, എന്താണോ അത് രണ്ടാമതും ആ കസ്റ്റമർ വീണ്ടും കയറി വാങ്ങിക്കേണ്ടി വരും. നിങ്ങൾ കാശ് കൊടുത്തിട്ട് കൂടി ആ കസ്റ്റമറുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടണില്ല. കാരണം അത് ഇത്തരം പ്ലാറ്റ്ഫോമുകൾ ഒരിക്കലും തരില്ല. ഫ്ലിപ്കാർട്ട് ആവട്ടെ, ഏത് പ്ലാറ്റ്ഫോം ആവട്ടെ തരില്ല കസ്റ്റമറുടെ കോൺടാക്ട് ഡീറ്റെയിൽസ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ ഡയറക്റ്റ് കോൺടാക്റ്റ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആമസോണിൻ്റെയും ഫ്ലിപ്കാർട്ടിൻ്റെയൊക്കെ പ്രസക്തി എന്താണ്? അവരിലൂടെ സെയിൽ പോകുമ്പോഴാണ്, ആ ചാനലുകളിലൂടെ സെയിൽ പോകുമ്പോൾ മാത്രമാണ് അവർക്ക് ബെനിഫിറ്റ് ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത്രയും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടില്ല. ഇപ്പം നിങ്ങൾ ചിപ്സാണ് വിൽക്കുന്ന ഒരാളാണ്, നമ്മൾ ചിപ്സ് തന്നെ ഉദാഹരണം കൊടുക്കാം. ബനാന ചിപ്സാണ് നിങ്ങൾ വിൽക്കണമെങ്കിൽ, ഈ പുതിയൊരു ഫ്ലേവർ നിങ്ങൾ ഇറക്കുകയാണ്, സാധാരണയിൽ നിന്ന് മാറ്റി എന്തെങ്കിലും ഒരു മസാലയൊക്കെ നിങ്ങളുടെ ഒരു ഐഡിയ അനുസരിച്ച് ഒരു ഫ്ലേവർ ഇറക്കുകയാണ്. മുമ്പ് നിങ്ങളുടെ അടുത്തുനിന്ന് ഒരു 100 കസ്റ്റമേഴ്സ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അവരത് റീടാർഗറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആമസോണിലും ഫ്ലിപ്കാർട്ടിലുമാണ് വിറ്റേക്കണേ. ഓരോ കസ്റ്റമർക്കും മെയിൽ അയക്കാൻ ചിലപ്പോൾ പറ്റിയേക്കാം, അവരുടെ ഇതിൽ പോയി. മെയിലൊക്കെ ഇന്നത്തെ കാലത്ത് ആരാണ് വായിക്കുന്നത്? നിങ്ങളുടെ എത്ര മെയിൽ നിങ്ങൾ വായിക്കാറുണ്ട്? ആരാണ് ഇന്നത്തെ കാലത്ത് വായിക്കണത് തന്നെ? മെയിൽ വിട്.
എല്ലാവരും വിഷ്വലി കണ്ട് മനസ്സിലാക്കാനാണ് എല്ലാവരും നോക്കുന്നത്. അതും വീഡിയോയിലൂടെ. ഫോട്ടോഗ്രാഫിയുടെയും കാലം കഴിഞ്ഞു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. വീഡിയോയിലൂടെ കണ്ട് മനസ്സിലാക്കാനാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നത്. ഫ്യൂച്ചർ അത് തന്നെയാണ്. ഫ്യൂച്ചർ ഇപ്പോൾ അതാണെന്ന് തന്നെ പറയാം. ഇനി മറ്റേ ഭാവിയിൽ വേറെ വല്ലതൊക്കെ വന്നേക്കാം. അതല്ല നമ്മുടെ ഇവിടുത്തെ വിഷയം. ഈ ഇത്തരം പ്ലാറ്റ്ഫോമുകളെ നിങ്ങൾ റിലേ ചെയ്യാൻ നേരത്ത് നിങ്ങൾക്ക് ഇത്തരം പ്ലാറ്റ്ഫോമുകളിലൂടെ മാത്രമാണ് വിൽക്കാൻ പറ്റുള്ളൂ എങ്കിൽ ഒരു ദിവസം ഇത് സ്റ്റോപ്പായി പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ് അതോടുകൂടി ടീം. ഒരു ദിവസം ഇതെങ്ങാനും ആമസോണിൽ എന്തെങ്കിലും പ്രശ്നം വരെയോ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ എന്തെങ്കിലും പ്രശ്നം വരെ സംഭവിച്ചാൽ അവരുടെ അക്കൗണ്ട് എങ്ങാനും നിങ്ങളുടെ അക്കൗണ്ട് സസ്പെൻഡ് ആയി പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരേ ഒരു ഇൻകം സോഴ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരേ ഒരു സെയിൽസ് ചാനൽ ഇത്തരം ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളാണെങ്കിൽ അവരെന്ന് പണി മുടക്കുന്നു അതോടുകൂടി നിങ്ങളുടെ പരിപാടിയും കട്ടപ്പോകാം. അതാണ് ഇത്തരം പ്ലാറ്റ്ഫോമുകളെ റിലേ ചെയ്താലുള്ള വേറൊരു പ്രശ്നം. ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ വരാനിരിക്കുന്ന ഒരു കാര്യം ചിലർ ചോദിച്ചേക്കാം, ഓക്കെ ടാക്സ് അതുപോലെ തന്നെ ആമസോണിൻ്റെ ഇത് ഫീസ്, ഫിക്സഡ് ക്ലോസിങ് ഫീസ്, പല ഫീസുകളെല്ലാം ഉണ്ടല്ലോ, അത് നമ്മളല്ലല്ലോ പേ ചെയ്യണം, കസ്റ്റമറല്ലേ പേ ചെയ്യണം, വില കൂട്ടിയിട്ടാൽ പോരെ. അത് മറ്റൊരു മണ്ടത്തരമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ അങ്ങ് നമുക്ക് വില കൂട്ടാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ അതെല്ലാവർക്കും ചെയ്തുകൂടെ? വെറുതെ അങ്ങ് വില കൂട്ടി തോന്നിയ ലാഭം എടുത്തുകൂടെ? പറ്റില്ല. കാരണം നിങ്ങൾ അവിടെ പ്രൈസിൽ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നാമത് പലരും വിൽക്കുന്ന പ്രൊഡക്റ്റുകൾ എന്ന് പറഞ്ഞാൽ ജനറിക് പ്രൊഡക്റ്റുകളാണ്. കറി മസാല, അതുപോലെ തന്നെ കുട്ടികളുടെ ഉടുപ്പ്, ജെൻസിൻ്റെ ഷർട്ട്, ഇതിലൊന്നും ഒരു യുണീക്നെസ് ഇല്ല. അതെന്ന് വെച്ചാൽ നിങ്ങൾ വിൽക്കുന്ന പോലത്തെ പ്രൊഡക്റ്റുകൾ ഒരുപാട് ആയിരക്കണക്കിന് സെല്ലേഴ്സ് ഓൾറെഡി അതിൽ വിൽക്കുന്നുണ്ട്. അപ്പോൾ കസ്റ്റമറുടെ ഡിസിഷൻ മേക്കിങ്ങിൽ ഒരേ ഒരു കാര്യമാണ് മുമ്പിൽ വരുള്ളൂ, അത് പ്രൈസാണ്. ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ ആര് വിൽക്കുന്നു അവൻ്റെ അടുത്തു നിന്നാണ് സാധനം വാങ്ങുള്ളൂ. അത് നിങ്ങളും അങ്ങനെയാണല്ലോ. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും കയറി കഴിഞ്ഞാൽ രണ്ടും സെയിം സാധനം, ഒന്നിന് പ്രൈസ് കൂടുതലും ഒന്നിന് പ്രൈസ് കുറവ്. നിങ്ങളേതാ പിക്ക് ചെയ്യുക? ഏറ്റവും നല്ല റിവ്യൂ ഉള്ളതും പ്രൈസ് കുറവുള്ളതും നോക്കിയാണ് സാധാരണ പിക്ക് ചെയ്യുക. ഒരു പുതിയതായിട്ട് ഒരാൾ ഫ്ലിപ്കാർട്ടിലേക്കും ആമസോണിലേക്കും വരാൻ നേരത്തെ അവർക്ക് റിവ്യൂസ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഫേക്ക് റിവ്യൂവും കാര്യങ്ങളൊക്കെ പലരും ഇടാനൊക്കെ നോക്കും. അതൊക്കെ അവരുടെ സിസ്റ്റം സ്മാർട്ടായിക്കൊണ്ടിരിക്കണൊക്കെ റിമൂവ് ചെയ്ത് കളയും. അപ്പോൾ അവിടെയും വലിയ രക്ഷയില്ല എന്നുള്ളതാണ്. പിന്നെ ഇത്തരം പ്ലാറ്റ്ഫോമുകളിൽ വിൽക്കാം. നിങ്ങളുടെ അടുത്തൊരു വളരെ യുണീക്കായിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ഉണ്ട്, നിങ്ങൾക്ക് നല്ല ലാഭം കിട്ടും എന്നൊക്കെ ഉണ്ടെങ്കിൽ വിൽക്കാം. അപ്പോഴും ഞാൻ പറഞ്ഞ മറ്റു പ്രശ്നങ്ങളൊക്കെ അവിടെ നിലനിൽക്കുന്നുണ്ട്. നിങ്ങളുടെ ബ്രാൻഡ് വളരില്ല, നിങ്ങൾ വളരില്ല. അവിടെ വളരുന്നത് ആമസോണിൽ നിന്ന് കിട്ടിയൊരു യുണീക്ക് പ്രൊഡക്റ്റ് എന്നേ കസ്റ്റമർ പറയുള്ളൂ. അല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹാപ്പി ആൻഡ് ടേസ്റ്റിയുടെ ബനാന ചിപ്സ് എന്ന് പറയില്ല. അത് ഞാൻ ഉണ്ടാക്കിയൊരു ബ്രാൻഡ്, ചുമ്മാ ഒരു പേര് പറഞ്ഞെന്നുള്ളൂ. അങ്ങനെ ബ്രാൻഡ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു ബ്രാൻഡ് ഹാപ്പി ആൻഡ് ടേസ്റ്റിയുടെ ബനാന ചിപ്സ് എന്ന് ആരും പറയില്ല. ആമസോണിൽ നിന്ന് കിട്ടിയ ബനാന ചിപ്സ് അത് അപകടമാണെന്നേ ഞാൻ പറയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രാൻഡാണ് വളരേണ്ടത്, അതിൻ്റെ വാല്യൂ ആണ് വളരേണ്ടത്, ഇവരുടെ ബ്രാൻഡ് വാല്യൂ അല്ല. ഇതാണ് മെയിൻ പ്രശ്നം. ഇനി അടുത്തൊരു പ്രശ്നമുണ്ട്. ഇത്തരം പ്ലാറ്റ്ഫോമുകളിൽ വിൽക്കാൻ നേരത്ത് നിങ്ങൾക്ക് കസ്റ്റമറിലേക്ക് ആഴത്തിൽ ഇറങ്ങി ചെല്ലാനായിട്ട് പറ്റില്ല. അതായത് നിങ്ങളിപ്പോൾ ബനാന ചിപ്സാണ് വിൽക്കുന്നത്, നിങ്ങളുടെ ആ മേക്കിംഗ് പ്രോസസ്സ്, ബിഹൈൻഡ് ദ സീൻ, നിങ്ങളെങ്ങനെയാണ് ആ ചിപ്സ് എടുക്കുന്നത്, നിങ്ങളുടെ ചിപ്സിനുള്ള പ്രത്യേകത എന്താണ്, എന്തുകൊണ്ട് ഇതിന് 100 രൂപ കൂടുതൽ എന്നൊരു കസ്റ്റമർ ചിന്തിച്ചാൽ പോലും ആ കസ്റ്റമർക്ക് ഇത് പറഞ്ഞു കൊടുക്കാനായിട്ടുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്കില്ല. നിങ്ങൾക്ക് ഫോട്ടോയിലൊക്കെ അത് ആഡ് ചെയ്യാം. ഫോട്ടോയിൽ ഇങ്ങനെ ടെക്സ്റ്റൊക്കെ ഇങ്ങനെ അടിച്ച് എഴുതി വെക്കാം, അല്ലെങ്കിൽ വലിയ പാരഗ്രാഫായിട്ട് ഡിസ്ക്രിപ്ഷനൊക്കെ എഴുതാം. അതൊന്നും അധിക കസ്റ്റമേഴ്സും വാങ്ങിക്കില്ല. ഭയങ്കര വില കൊടുത്ത് വാങ്ങുന്ന സാധനത്തിന് മാത്രമാണ് ടൈം സ്പെൻഡ് ചെയ്ത് വാങ്ങുള്ളൂ. ഈ 300-500 രൂപയുടെയൊന്നും ഡിസ്ക്രിപ്ഷനും അതുപോലെ തന്നെ മറ്റ് ബുള്ളറ്റ് പോയിൻറ്റ്സൊന്നും ആരും ഇവിടെ വായിച്ചുകൊണ്ടിരിക്കാൻ പോണില്ല. അപ്പോൾ ഒരു വീഡിയോയിലൂടെയാണ് നിങ്ങളിത് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ വീഡിയോ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇത്തരം പ്ലാറ്റ്ഫോമുകളിലില്ല. കാരണം ആഴത്തിൽ കസ്റ്റമറെ നിങ്ങൾക്ക് ടച്ച് ചെയ്യാൻ പറ്റില്ല. കാരണം അവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അവരുടെ ബ്രാൻഡ് വളർത്തുക എന്നുള്ളതാണ്, നിങ്ങളെ വളർത്തുക എന്നുള്ളതല്ല. അപ്പോൾ ഇതാണ് മറ്റൊരു പ്രശ്നം. പിന്നെ ഓൾറെഡി ജനറിക് പ്രൊഡക്ട്സുകൾ വിൽക്കാൻ നേരത്ത് ഇതേപോലെയുള്ള ചിപ്സ്, മസാല ഓൾറെഡി തന്നെ 3000, 4000, 5000 റിവ്യൂസുള്ള ഒരുപാട് സെല്ലേഴ്സ് ഉണ്ട്. സ്വാഭാവികമായിട്ടും അവരുടെ പ്രൊഡക്റ്റുകളായിരിക്കും ഇത്തരം പ്ലാറ്റ്ഫോമുകളുടെ തുടക്കത്തിൽ ഫ്രണ്ട് പേജിൽ തന്നെ വന്ന് കിടക്കുന്നത്. ഈ ചുമ്മാ ഒരു കോമഡി പറയാറുണ്ട്, ഒരു ഡെഡ് ബോഡി ഒളിപ്പിക്കാൻ ഏറ്റവും നല്ല സ്ഥലം ഏതാണെന്ന് ചോദിക്കുമ്പോൾ ഗൂഗിളിൻ്റെ 2ാമത്തെ പേജ് എന്ന് പറയാറുണ്ട്. കാരണം 2ാമത്തെ പേജിലേക്ക് ആരും പോകാറില്ല. നിങ്ങൾ തുടക്കം ഗൂഗിളിൻ്റെ തന്നെ ഏത് പ്ലാറ്റ്ഫോമുകളുടെ 2ാമത്തെ പേജൊന്നും നമ്മളങ്ങനെ പോകാറില്ല. ആദ്യത്തെ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടാറുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇത്തരം റിവ്യൂ ഉള്ള സെല്ലേഴ്സിനെയാണ് അവർ പ്രൊമോട്ട് ചെയ്യുക. അതൊരു പ്രശ്നമാണ്. അതുകൊണ്ട് തുടക്കക്കാരന് അതിൽ വിജയിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. നിങ്ങൾ പല യൂട്യൂബിലും പലരും ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും, ആമസോണിലൂടെ വിറ്റ് കോടികൾ ഉണ്ടാക്കി എന്നുള്ളത്. എക്സെപ്ഷൻസ് ഇല്ല എന്ന് ഞാൻ പറയാനുള്ള, ചില എക്സെപ്ഷൻസ് ഉണ്ട്. പക്ഷേ അതൊരു കോമൺ റൂളായിട്ടെടുത്ത് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ
വിജയിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് അത് വേണ്ട, ഇനി എന്ത് ചെയ്യും എന്നുള്ളതിനുള്ള മറുപടിയാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് സോഷ്യൽ മീഡിയ ആണ്. ബ്രാൻഡ് വളർത്താൻ ആണ് നിങ്ങൾ ഉദ്ദേശിക്കണമെങ്കിൽ, വേറൊരാളെ വളർത്താനല്ല, നിങ്ങളുടെ ബ്രാൻഡ് വളർത്താനാണ് നിങ്ങൾ ഉദ്ദേശിക്കണമെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ട സോഷ്യൽ മീഡിയയുടെ പവറാണ്. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്. പുറത്തുള്ളവർക്ക് ടിക്ടോക്ക് അലൗഡ് ആണെങ്കിൽ അവർക്ക് ടിക്ടോക്കും, ഗൾഫിലൊക്കെ ഉള്ളവർക്ക് ടിക്ടോക്ക് യൂസ് ചെയ്യാം അവിടെ അലൗഡ് ആണെങ്കിൽ. നമ്മുടെ നാട്ടിലില്ല. അതുകൊണ്ട് നമുക്ക് ഈ 3 പ്ലാറ്റ്ഫോമുകളിലൂടെയാണ് നിങ്ങളുടെ ബ്രാൻഡ് ഫ്രീ ആയിട്ട് വളർത്താം. ഉദാഹരണം ചിപ്സ് തന്നെ എടുക്കാം. ചിപ്സാണ് നമ്മുടെ ഇന്നത്തെ ഉദാഹരണം. നിങ്ങൾ ചിപ്സ് വിൽക്കുന്ന ഒരാളാണ്. സാധാരണ ചിപ്സിന് മാർക്കറ്റിൽ എനിക്ക് വില എത്രയാണെന്ന് അറിയില്ല, ഒരു കിലോക്ക് 400 എന്ന് വേണമെങ്കിൽ സങ്കല്പിക്കാം. 400 രൂപയാണ്. പക്ഷെ നിങ്ങൾ വിൽക്കണ 500 രൂപയ്ക്കാണ്, അല്ലെങ്കിൽ 550 രൂപയ്ക്കാണ്. എന്തുകൊണ്ട് 150 രൂപ കൂടുതൽ എന്നൊരു കസ്റ്റമർ ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള മറുപടി നിങ്ങൾക്ക് വീഡിയോയിലൂടെ പ്രസൻറ്റ് ചെയ്യാം. ചില സന്ദർഭത്തിൽ കസ്റ്റമർ 150 രൂപ കൂടുതലാണെന്നുള്ളത് മൈൻഡ് പോലും ചെയ്യില്ല, കാരണം നിങ്ങളുടെ ബ്രാൻഡിങ് കറക്റ്റാണെങ്കിൽ. ഉദാഹരണം, നിങ്ങൾ ചിപ്സ് അണിയറയിലുള്ള വീഡിയോസ് കസ്റ്റമറുടെ മുമ്പിലേക്ക് എത്തിക്കുകയാണ്. നിങ്ങൾ ഇന്ന് പോണത്, നിങ്ങൾ ഏത് കർഷകൻ്റെ അടുത്തുനിന്നാണ് ആ ബനാന വാങ്ങിക്കുന്നത്, ആ നേന്ത്രപ്പഴം വാങ്ങിക്കുന്നത്, പഴമാണെങ്കിൽ പഴം അല്ലെങ്കിൽ കായാണെങ്കിൽ കായ, ഏതാണോ വാങ്ങിക്കണത് അതിൻ്റെ വീഡിയോയാണ് ഇന്ന് എടുക്കാൻ പോണത്. നിങ്ങൾ ചെല്ലുന്നു, തോട്ടത്തിലേക്ക് ചെല്ലുന്നു, ആ കർഷകനെ ഒന്ന് പരിചയപ്പെടുത്തുന്നു. ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം വളങ്ങളൊന്നും അധികം ഉപയോഗിക്കണില്ല. ഇനി ഉപയോഗിച്ചാൽ തന്നെ ജൈവ വളങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഒരു ഓർഗാനിക് സ്റ്റൈലാണ് കീപ്പ് ചെയ്ത് പോകണമെന്നുള്ളത് നിങ്ങൾക്ക് അവിടെ ഒരു ഇൻഫർമേഷൻ കസ്റ്റമർക്ക് കൊടുക്കുക. അത് നിങ്ങളുടെ ബ്രാൻഡ് വാല്യൂ ആഡ് ചെയ്യാനുള്ളൊരു ബെനിഫിഷ്യലായിട്ടുള്ളൊരു കാര്യമാണ് ഇത്ര ഇൻഫർമേഷൻ എന്നുള്ളത്. ഒരു 50 രൂപ കൂട്ടാനും അതിലൂടെ സാധിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളവിടെ ഒരു വാല്യൂ ക്രിയേറ്റ് ചെയ്തേക്കാണ്. കാരണം എന്താ, ഓർഗാനിക്കാണ് നിങ്ങളുടെ മെയിനായിട്ടുള്ള ഓർഗാനിക്കായിട്ടുള്ള പ്രൊഡക്ട്സാണ് നിങ്ങൾ കൊടുക്കുന്നത്. അത് ഒന്നാമത്തത്. രണ്ടാമത്തത്, നിങ്ങൾ അണിയറയിൽ വേറൊരു കാര്യം നിങ്ങൾക്ക് കാണിക്കുക, നിങ്ങൾ പ്യുവറായിട്ടുള്ള കോക്കനട്ട് ഓയിലാണ് ഉപയോഗിക്കുന്നത്. ഇതൊക്കെ വെറുതെ നമ്മൾ പ്യുവർ കോക്കനട്ട് ഓയിൽ എന്ന് പാക്കറ്റിൽ എഴുതണം, അത് മസ്റ്റായിട്ടുള്ള കാര്യമാണ്. എഴുതിയാലും അതിലുള്ള വിശ്വാസ്യതയൊക്കെ കണക്കാണ്. അത് നിങ്ങൾ വീഡിയോയിലൂടെ കാണിക്കുമ്പോൾ കസ്റ്റമേഴ്സിന് കുറച്ചും കൂടി നിങ്ങളുടെ ബ്രാൻഡ് വാല്യൂ കൂടാനായിട്ട് സാധിക്കും. നിങ്ങൾ അടുത്ത ദിവസം പോണത് കോക്കനട്ട് ഓയിൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ കൊപ്ര ഉണക്കുന്ന സ്ഥലങ്ങളുടെ വീഡിയോ കാണിക്കുന്നു. അതുപോലെ തന്നെ അവരൊന്നും ആഡ് ചെയ്യാതെ, മായമൊന്നും ആഡ് ചെയ്യാതെ നിങ്ങൾ ഡയറക്റ്റ് അവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് തന്നെ വീഡിയോ, അത് നിങ്ങൾ വീഡിയോയിൽ കാണിക്കുന്നു. കോക്കനട്ട് ഓയിലിൻ്റെ കളർ ഇതാണ്, എങ്ങനെയാണ്, അതിൻ്റെ ടെക്നിക്കൽ വശങ്ങളൊക്കെ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. നിങ്ങളുടെ ഇൻഡസ്ട്രി ആകുമ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ അതെല്ലാം, അതറിയണം, അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അപ്പോൾ കസ്റ്റമർക്ക് ഒരു വിശ്വാസമാവുകയാണ്. അപ്പോൾ ഒരു 100 രൂപയും കൂടി അവിടെ കൂട്ടാനുള്ള സാധ്യതകളുണ്ട്. ഓർഗാനിക്കായിട്ടുള്ള സംഗതി നിങ്ങൾ എടുക്കുന്നു. ഇനി ഓർഗാനിക് അല്ലേ കൂടി ഒരു കർഷകനെ ഹെൽപ്പ് ചെയ്യുന്നു, ഒരു ലോക്കൽ കർഷകനെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളൊരു സെൻറ്റിമെൻറ്റ്സ് കൊണ്ട് നിങ്ങളുടെ ബ്രാൻഡ് വാല്യൂ കൂടാനുള്ള സാധ്യതയുണ്ട്. കാരണം തമിഴ്നാട്ടിൽ നിന്നും മറ്റും തന്നെ വലിയ വൻകിട ഭീമന്മാരെ ഹെൽപ്പ് ചെയ്യുന്നതിന് പകരം നാട്ടിൽ തന്നെയുള്ള ലോക്കൽ കർഷകനെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളൊരു ഇതവിടെ വന്നു. അപ്പോൾ നിങ്ങളൊരു വാല്യൂ അഡീഷൻ അവിടെ നടത്തി. കോക്കനട്ട് ഓയിൽ നല്ലതാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. നിങ്ങളിതെങ്ങനെ വീട്ടിലുണ്ടാക്കാമെന്ന് പറഞ്ഞു കൊടുക്കുന്നു. അത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അടുത്തുനിന്ന് വാങ്ങിക്കണേൽ കാര്യമുണ്ടോ എന്നുള്ള ചോദ്യത്തിൽ പ്രസക്തിയില്ല. കാരണം നിങ്ങൾ മാക്സിമം ഹെൽപ്പ് ചെയ്തതോടുകൂടി കസ്റ്റമേഴ്സിന് നിങ്ങളോടുള്ള ആ ഒരു ട്രസ്റ്റ് കൂടി. ആർക്കാണ് ഇതെല്ലാം വീട്ടിൽ മേക്ക് ചെയ്യാനുള്ള സമയമുള്ളത്? നിങ്ങളുടെ റെസിപ്പി പറഞ്ഞു കൊടുത്തുകൊണ്ട് യാതൊരു പ്രശ്നമില്ല. ഒരുപാട് ആളുകൾക്ക് ഇതിന് സമയമൊന്നുമില്ല. അവർ ഡയറക്റ്റ് നിങ്ങളുടെ അടുത്തുനിന്ന് ഓർഡർ തരാനാണ് സാധ്യത കൂടുതൽ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇതെല്ലാം നിങ്ങൾക്ക് സാധിക്കുന്നത് ഇത്തരം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ മാത്രമാണ് നിങ്ങൾക്കിത് പറ്റുള്ളൂ. ആമസോണോ ഫ്ലിപ്കാർട്ടോ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊന്നും പറ്റില്ല. ഏറ്റവും ബെസ്റ്റ് പ്രൊഡക്റ്റ് കൊടുത്താൽ പോലും കസ്റ്റമർ പറയും, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ട് കസ്റ്റമർ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആമസോണിൻ്റെ പ്രൊഡക്റ്റ് കൊള്ളാം, ഫ്ലിപ്കാർട്ടിൻ്റെ പ്രൊഡക്റ്റ് കൊള്ളാം. അതല്ല നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രാൻഡിനെ പറ്റി പറയണം. ഹാപ്പി ആൻഡ് ടേസ്റ്റിയുടെ ബനാന ചിപ്സ് കൊള്ളാം എന്നാണ് പറയേണ്ടത്, അല്ലാണ്ട് ആമസോണിൻ്റെ ഫ്ലിപ്കാർട്ടിൻ്റെയോ കൊള്ളാത്തല്ല. അവിടെയാണ് ബ്രാൻഡിൻ്റെ ഒരു ഗുണം. ബ്രാൻഡ് വളർത്തണമെങ്കിൽ ഇത്തരം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കാതിരിക്കുക എന്നാണ് എൻ്റെ ഒരു ഇത്. പിന്നെ പല ആളുകളും ഈ ആമസോണിനെയും ഫ്ലിപ്കാർട്ടിനെയും മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ബിസിനസ് ചെയ്യുന്ന ആളുകളുണ്ട്. വളരെ അപകടം പിടിച്ച കാര്യമാണ്. എന്നാണോ ആ അക്കൗണ്ട് സസ്പെൻഡ് ആവണം, എന്നാണോ ആ അക്കൗണ്ട് ബ്ലോക്ക് ആവണം, അതോടുകൂടി നിങ്ങളുടെ ബിസിനസ്സിൻ്റെ പരിപാടി കഴിഞ്ഞു. ശരിയാണ്. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഇവിടെ ആപ്പിൾ കമ്പനിക്ക് ആപ്പിൾ പ്രൊഡക്റ്റുകളുടെ പല ഡിസ്പ്ലേ മാനുഫാക്ചർ ചെയ്ത് കൊടുക്കുന്നത് സാംസങ് ആണ്.
ആപ്പിളിന് തീരെ രക്ഷയില്ലാത്തതുകൊണ്ട് മാത്രമാണ് അതിന് നിൽക്കുന്നത്. ആപ്പിൾ LGയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഒരു ബാക്കപ്പ് വേണം, ഒരു സേഫ്റ്റി നെറ്റ് വേണം. എപ്പോഴും സാംസങ്ങിനെ ഇങ്ങനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റില്ല. ഇത് വലിയൊരു ടെക്നോളജിയാണ് ഡിസ്പ്ലേ മാനുഫാക്ചറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ആപ്പിളിന് പോലും അത് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അത് വലിയൊരു ടെക്നോളജിയാണ്. സാംസങ് 10-30 വർഷം മുമ്പേ അതിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് അവരുടെ അടുത്താണ് പല പേറ്റൻറ്റുകളും ഇരിക്കുന്നത്. അത് ഇവർക്കൊരു തലവേദനയാണ്, ആപ്പിളിനൊരു തലവേദനയാണ്. അവർ പല മാർഗ്ഗങ്ങളും നോക്കുന്നുണ്ട്. LG അതുപോലെ പല ചൈനീസ് കമ്പനികളൊക്കെ വളർത്താൻ നോക്കുന്നുണ്ട്. കാരണം നമുക്ക് 2-3 ബാക്കപ്പ് പ്ലാനുകൾ വേണം. ഇല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സോഴ്സ് ഡെഡായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതോടുകൂടി പരിപാടി അവസാനിച്ചു. ഇപ്പോൾ പലരും ചെയ്യാത്തൊരു കാര്യമുണ്ട്. ഇത്തരം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ നിങ്ങൾക്ക് ഓർഡർ വരാൻ നേരത്ത് നിങ്ങൾ ആ കസ്റ്റമറെ ഡ്രൈവ് ചെയ്യേണ്ടത് നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്കാണ്. നിങ്ങളുടെ വാട്സപ്പിലേക്കാണ് അവരെ ഡ്രൈവ് ചെയ്യേണ്ടത്. അവരുടെ നമ്പർ നിങ്ങളുടെ അടുത്ത് വേണം. നാളെ ഒരിക്കലും അവരെ റീടാർഗറ്റ് ചെയ്യണമെങ്കിൽ, നാളെ ഒരിക്കൽ അവർക്ക് പുതിയ ഫ്ലേവറുകളുള്ള എന്തെങ്കിലും ബനാന ചിപ്സ് വന്നു കഴിഞ്ഞാൽ അവരെ ഇതിലേക്ക് വീണ്ടും അവരെ ഓൾറെഡി സെല്ല് ചെയ്ത ആൾക്ക് വീണ്ടും സെല്ല് ചെയ്യാനാണ് ലാഭം. നമുക്ക് പുതിയൊരു കസ്റ്റമറെ കിട്ടുക എന്ന് പറഞ്ഞാൽ എക്സ്പെൻസീവായിട്ടുള്ള കാര്യമാണ്. വേറൊരു പുതിയ കസ്റ്റമറെ കിട്ടി അവന് വിൽക്കുന്നതിന് നല്ലത് ഓൾറെഡി വിറ്റ കസ്റ്റമേഴ്സിന് വീണ്ടും വിൽക്കലാണ്. കാരണം ഓൾറെഡി നിങ്ങൾ അവനെ കൺവിൻസ് ചെയ്ത് കഴിഞ്ഞു, അവരൊരു ട്രസ്റ്റ് ഉണ്ട്. ഇനി വീണ്ടും റീടാർഗറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എവിടെ പോയി തപ്പു വരെ? ആമസോണിലോ ഫ്ലിപ്കാർട്ടിലാണെങ്കിൽ അത് കിട്ടില്ല. ആരാ നിങ്ങളുടെ അടുത്ത് വാങ്ങിച്ചെന്നുള്ള മൊബൈൽ നമ്പറുണ്ടോ, അവരുടെ വാട്സപ്പ് ഉണ്ടോ? പിന്നെ അവരുടെ വാട്സപ്പ് കിട്ടിയാൽ തന്നെ അവർ വാങ്ങിയത് ആമസോണിലൂടെയാണ്, ആമസോണിൻ്റെ ട്രസ്റ്റിലൂടെയാണ് അവർ നിങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞു. നിങ്ങൾ ഈവൻ അവരെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്താലും കോൺടാക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല എന്നുള്ളത് ഒന്ന്. ഇനി കിട്ടിയാൽ തന്നെ ട്രസ്റ്റ് വരില്ല. നിങ്ങളുടെ സോഷ്യൽ മീഡിയയിലൂടെയാണ് നിങ്ങളുടെ വാട്സപ്പിലേക്ക് വന്നതെങ്കിൽ അത് നിങ്ങൾ ജനറേറ്റ് ചെയ്തൊരു സെയിലാണ്. നിങ്ങളുടെ ക്രെഡിബിലിറ്റി യൂസ് ചെയ്ത് നിങ്ങൾ ജനറേറ്റ് ചെയ്തൊരു സെയിലാണ്. ഇത്തരം കസ്റ്റമേഴ്സിനെ എല്ലാം നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്യണം. വാട്സപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്യാൻ നേരത്ത് അവർക്ക് വീണ്ടും റീസെല് ചെയ്യാനായിട്ട് സാധിക്കും. റീസെല്ലിംഗ് അല്ല, വീണ്ടും സെല്ല് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ഒരു ഫോട്ടോയുടെയോ അല്ലെങ്കിൽ ഒരു വീഡിയോയുടെയോ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു വീഡിയോ ഇടാൻ നേരത്ത് ഇതൊക്കെ ഞങ്ങൾ പുതിയ ഒരു ഫ്ലേവർ ലോഞ്ച് ചെയ്യാണ്, ഹാപ്പി ആൻഡ് ടേസ്റ്റിയുടെ പുതിയ ബനാന ചിപ്സാണെന്ന് ലോഞ്ച് ചെയ്യണത്. ഇതിൽ ഞങ്ങൾ ആഡ് ചെയ്തേക്കണ ഒനിയൻ ഫ്ലേവറാണ്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നിങ്ങൾ അവരെ റീടാർഗറ്റ് ചെയ്യുമ്പോൾ ആ ഒനിയൻ ഫ്ലേവറിലുള്ള ബനാന ചിപ്സ് ഓൾറെഡി സാധാരണ ഒറിജിനൽ ബനാന ചിപ്സ് വാങ്ങിച്ച ആളുകൾ ഈ ഒനിയനും കൂടി വാങ്ങാനുള്ള സാധ്യതയുണ്ട്. കാരണം അവർ നിങ്ങളുടെ മുമ്പ് കസ്റ്റമറായിട്ടുള്ളതാണ്. ഈ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കാണ്ടിരിക്കണം എന്നൊരു അബദ്ധമാണ്. ഒരു കസ്റ്റമർ ഒരിക്കൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് വിട്ട് കളയരുത്. അവരുടെ ഡാറ്റ നിങ്ങളുടെ കയ്യിലുണ്ടാകണം. ആമസോണും ഫ്ലിപ്കാർട്ടൊക്കെ അതാ ചെയ്തുകൊണ്ടിരിക്കണം. ഒരു കസ്റ്റമർ ഒരു തവണ കിട്ടിക്കഴിഞ്ഞാൽ അവനെ വിടൂല. അവരവരുടെ മെയിലിലേക്ക് അയക്കും, ഫോണിലേക്ക്. ഇപ്പോൾ വാട്സപ്പൊക്കെ അയക്കുന്നുണ്ട്, ആമസോൺ പോലും ഫ്ലിപ്കാർട്ട് പോലും. പുതിയ ഓഫർ വരാൻ നേരത്ത് 50% ഓഫർ എന്നൊക്കെ പറഞ്ഞ് ചെയ്യാറുണ്ട്. അപ്പോൾ ഓൾറെഡി ഒരാൾ കസ്റ്റമർ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ അവരെ കീപ്പ് ചെയ്തിരിക്കണം. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള വിഷയം. ഇതുപോലെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഒരു വീഡിയോയും യൂട്യൂബിൽ നിങ്ങൾ കാണില്ല എന്നുള്ളതാണ്. ഈ വിഷയത്തെപ്പറ്റി മലയാളത്തിൽ ഒട്ടും കാണില്ല, മറ്റു ഭാഷകളിൽ മേ ബി ഉണ്ടായേക്കാം. കാരണം എല്ലാവരും പറയണ ആമസോണിൽ വിൽക്കും, ഫ്ലിപ്കാർട്ടിൽ വിൽക്കും. അവർക്ക് ബ്രാൻഡിങ്ങിനെ പറ്റിയൊന്നും അറിയില്ല. അവർ പറയണത് നിങ്ങളൊരു സെല്ലറാക്കി മാറ്റാനാണ്, നിങ്ങൾ വേറെ ഒരു കച്ചവടക്കാരനായിട്ട് മാറ്റാനാണ്. അങ്ങനെ ആയിട്ട് കാര്യമില്ല. നിങ്ങളൊരു ബ്രാൻഡ് ബിൽഡറാവണം, ആ ബ്രാൻഡിനൊരു ഫേസ് വേണം, അത് നിങ്ങളായിരിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ ഏറെക്കുറെ എല്ലാം പറഞ്ഞെന്ന് തോന്നുന്നു. ഇനി ഈ വീഡിയോ ലെങ്തി ആക്കണില്ല. താങ്ക് യു ഫോർ വാച്ചിങ്. മറ്റ് ബിസിനസ് വിശേഷങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരും. സ്റ്റേ ട്യൂൺഡ്.